ശ്രീമതി ആനി രാജ, ഇവിടെ നിങ്ങളുടെ കൂടി ഒരു രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ള ഒരു പാർട്ടിയിലേക്കാണ് പത്മജ വേണുഗോപാൽ പോയിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ ഇതിന് തെരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ അതിന് വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാം, ഒരു ചതി അവർ ചെയ്തു പാർട്ടിയോട് എന്ന തോന്നലൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും ഇത്തരം ഒരു പ്രസ്താവന, അതും ഒരു യുവ നേതാവ് പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുകയാണ്. അതിന്റെ രാഷ്ട്രീയം മൊത്തം മാറ്റിവെച്ചാൽ അങ്ങനെ ഒരു പ്രയോഗം നടത്താവുന്നതാണോ? അതിനുശേഷം ഇത്ര മണിക്കൂറുകൾക്ക് ശേഷവും അത് തിരുത്തപ്പെടാത്തൊരു സാഹചര്യം, അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആദ്യം തന്നെ ഞാൻ ഒരു 10 മിനിറ്റ് നിങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയിക്കുകയാണ്. ഞാൻ വയനാട് നിയോജക മണ്ഡലത്തില് വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്ക് മുഴുവൻ സമയം നിങ്ങളോട് കൂടെ ചേരാൻ സാധിക്കില്ല. ഇപ്പോ തീർച്ചയായിട്ടും ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ പരാമർശം, അതിനെ കുറിച്ചുള്ള റിയാക്ഷൻ, എന്റെ ഫസ്റ്റ് റിയാക്ഷൻ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസിൽ ആദ്യമായല്ല കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പലവട്ടങ്ങൾ 6 വട്ടവും 8 വട്ടവും MP-മാരായോ MLA-മാരായോ ഇരുന്ന് പലവട്ടം മന്ത്രിമാരായിരുന്ന് ആദ്യം മുതൽ എല്ലാ സൗകര്യങ്ങളും പാർട്ടിയുടേത് അനുഭവിച്ച ആളുകൾ ഇന്ന് പാർട്ടിക്ക് ഭരണമില്ല, അതുകൊണ്ട് ആ പാർട്ടിയെ ഉപേക്ഷിച്ചു പോയത് ഇത് കോൺഗ്രസ് പാർട്ടിയിൽ ഇത് ആദ്യമായല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശ്രീ രാഹുൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് അങ്ങേയറ്റം അപലപനീയമാണ്. ഏത് പാർട്ടിയിൽ ചേരണം, ഏത് പാർട്ടിയിൽ ചേരണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പുരുഷനെ പോലെ തന്നെ സ്ത്രീകൾക്കുമുണ്ട്. രാഹുലിന് ഇത്രയേറെ ആത്മരോഷമുണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുലാം നബി ആസാദ് മുതൽ ഇങ്ങോട്ടേക്ക്, കപിൽ സിബൽ മുതൽ ഇങ്ങോട്ടേക്ക് എത്രയോ ആളുകൾ, മുഖ്യമന്ത്രിമാരായിരുന്നവർ വരെ എത്രയോ പേർ BJP-യിൽ പോയി ചേർന്നിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടേത്. അവരോടൊന്നുമില്ലാത്ത ശൗര്യം എന്തേ ഒരു പത്മജ വേണുഗോപാലിന്? അതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്, അതിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച്, യൂത്ത് കോൺഗ്രസ് ആയാലും മുതിർന്ന കോൺഗ്രസ് ആയാലും ശരി, അവരെ സംബന്ധിച്ച് കേരളത്തിലേതാണ് അവരുടെ കോൺഗ്രസ്, അവർ കേരളത്തിലെ കോൺഗ്രസ് ആണ്. അവർക്ക് മറ്റ് ദേശീയ പാർട്ടി എന്നുള്ളതിൽ അതിലെന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയോ ആവലാതിയോ ഇല്ല. ഓരോ ദിവസവും നോക്കൂ, ഭരണം ഉണ്ടായിട്ട് പോലും, ഭരണമില്ലാത്ത സമയത്ത് പവറും മണിയും ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു പൊതുവെ ഒരു സേയിങ് ഉണ്ട്. എന്നാൽ പവറുള്ള ഹിമാചൽ പ്രദേശിൽ നിന്ന് പോലും എങ്ങനെയാണ് BJP-യിലേക്ക് MLA-മാർ ഒഴുകിപ്പോകുകയാണ്. അതിനെക്കുറിച്ചൊന്നും ഈ യൂത്ത് കോൺഗ്രസ് ഒരു ആശങ്കയോ ഒരു ഉത്കണ്ഠയോ അതിലൊന്നും ഒരു വേവലാതിയുമില്ലേ? ഒരു സ്ത്രീ അവരൊരു തീരുമാനമെടുത്തു. അപ്പൊ ആ സ്ത്രീയായി പോയത് കൊണ്ട് ഏത് വിധത്തിലും, ഏത് മ്ലേച്ഛമായ വിധത്തിലും കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലെ സ്ത്രീകളെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. രാഹുൽ ആ വിധത്തിൽ പരിശോധിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നിട്ട് പോലും ഇത്തരത്തിലൊരു വിവേകമില്ലാത്ത, തികച്ചും സ്ത്രീവിരുദ്ധനായ, സ്ത്രീയുടെ അവകാശത്തെ മാനിക്കാൻ തയ്യാറാകാത്ത ഒരു പാട്രിയാർക്കൽ മെന്റാലിറ്റി അങ്ങേയറ്റമുള്ള, അതും ഒരു ഫ്യൂഡൽ ചിന്താഗതി എന്ന് പറയാം. കാരണം ഇത്രയേറെ 100 കണക്കിന് കോൺഗ്രസ് നേതാക്കൾ പോയിട്ട് അപ്പോഴൊന്നും ഒരു പ്രതിഷേധ ശബ്ദം അതല്ലെങ്കിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കാത്ത യൂത്ത് കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡർ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നു, ഈ പാർട്ടി എന്ന് പറയുന്നത് K. കരുണാകരന്റെ ചോരയും വിയർപ്പുമാണ് എന്ന്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകൾ പാർട്ടി വിട്ടുപോയതിന്റെ സങ്കടം ആ യുവ നേതാവിനുണ്ടാകും. പക്ഷേ ഇതേപോലെ ഈ പാർട്ടിയെ വളർത്തിയ നേതാവാണ് AK ആന്റണി. അദ്ദേഹത്തിന്റെ മകൻ പോയപ്പോൾ ഒരു നേതാവും ഈ രീതിയിൽ അധിക്ഷേപിച്ചില്ല അനിൽ ആന്റണിയെ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ശ്രീ AK ആന്റണിയുടെ മകൻ അത്ര വലിയ നേതാവല്ല, പക്ഷെ ഞാൻ സൂചിപ്പിച്ച അതിനേക്കാൾ വലിയ, എത്രയോ മടങ്ങ് വലിയ മുഖ്യമന്ത്രിമാരായിരുന്ന, പലതവണ മുഖ്യമന്ത്രിമാരായിരുന്നവർ, പലതവണ കേന്ദ്രമന്ത്രിമാരായിരുന്നവർ, പലതവണ MP-മാരും MLA-മാരും സംസ്ഥാന നേതാക്കൾ മന്ത്രിമാരുമായിരുന്നവർ, അവരൊക്കെ ഇപ്പൊ എന്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്തിന് കന്യാകുമാരിയിലെ 3 തവണ MLA ആയിരുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവ്
യുവ നേതാവ് ആ പാർട്ടി വിട്ട് BJP-യിൽ 2 ആഴ്ച മുന്നെയാണ് ചേർന്നിരിക്കുന്നത്. എന്തേ രാഹുലിന് അതിൽ യാതൊരു പ്രയാസവും കാണുന്നില്ല ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പോകുന്നതില്? അപ്പൊ രാഹുലിനെ സംബന്ധിച്ച്, യൂത്ത് കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ച്, കോൺഗ്രസ് എന്ന് പറഞ്ഞത് കേരളത്തിലെ ഉള്ളതാണ്. അതിന് വെളിയിൽ എന്ത് നടന്നാലും, കേരളത്തിന് വെളിയിൽ എന്ത് നടന്നാലും, പാർട്ടിയിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും യൂത്ത് കോൺഗ്രസ് നേതാവിന് പ്രശ്നമല്ല. കേരളത്തിലെ തന്നെ പുരുഷന്മാരായ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടാൽ, അല്ലെങ്കിൽ അവര് പാർട്ടി വിട്ടുകൊണ്ട് BJP-യിൽ, താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച ശ്രീ AK ആന്റണിയുടെ മകൻ BJP-യിൽ പോയി ചേർന്നിട്ട് എന്തൊക്കെയാണ് കോൺഗ്രസിനെതിരെ പറയുന്നത്? അതൊന്നും അതിനൊന്നും നേരിടാനുള്ള ചങ്കൂറ്റമില്ല. തീർച്ചയായും ശ്രീമതി ആനി രാജ, ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്ന മറ്റൊരു പരാമർശം കുറ്റിച്ചൂൽ പരാമർശമാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസ്. കഴിഞ്ഞ തവണത്തെ സീറ്റൊക്കെ രാഹുൽ ഗാന്ധി വഴി വന്നത് എന്ന് വിശ്വസിക്കുന്നു. താങ്കൾ നേരിടുന്നതും രാഹുൽ ഗാന്ധിയാണ്. അമേഠിയിൽ നിന്ന് പേടിച്ചോടി എന്നതാണ്. അമേഠി മണ്ഡലം ആരൊക്കെ ജയിച്ച മണ്ഡലമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഏതൊക്കെയോ കാലത്ത് കോൺഗ്രസ് നേതാക്കൾ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പത്മജ വേണുഗോപാൽ തോറ്റു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റിച്ചൂൽ പരാമർശത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന ന്യായീകരണം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ചും അതേ സമീപനം തന്നെ ആയിരിക്കുമോ ഈ യുവ നേതാവിനുള്ളത്? അല്ല, ആ ചോദ്യം ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് തന്നെയാണ്. ഞാനല്ല, ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഒരു സ്ത്രീക്ക് അവർക്ക് അവരുടേതായ അവകാശമുണ്ട്. ഇറ്റ് ഈസ് ഹെർ റൈറ്റ്. അത് അവരുടെ അവകാശമാണ്. ഏത് പാർട്ടിയിൽ പോകണം, ഏത് പാർട്ടിയിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അവരങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, സ്വതന്ത്രമായ ഒരു തീരുമാനമെടുത്താൽ, അതിനെ ചോദ്യം ചെയ്യാൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഞാനൊരു തീരുമാനം, അത് എന്റെ തീരുമാനമാണ്, ഒരു സ്ത്രീയുടെ തീരുമാനം. ആ സ്ത്രീയുടെ തീരുമാനത്തെ മാനിക്കാൻ തയ്യാറാവണം. നിങ്ങൾക്ക് അത്രയേറെ ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കന്മാരോട്, പാർട്ടിയുടെ കേന്ദ്ര നേതാക്കന്മാരോട് ഒക്കെ തന്നെ പറയണം, എന്തേ ഒരു പുനഃപരിശോധന? ഇത്രയേറെ നേതാക്കന്മാർ പോയില്ലേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്? എന്തെങ്കിലും ഒരു വാക്ക് കേന്ദ്ര നേതൃത്വം പറഞ്ഞു, എന്തെങ്കിലും ഒരു പുനഃപരിശോധന, എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആശങ്ക, എന്തെങ്കിലും ഒരു വേവലാതി കേന്ദ്ര നേതൃത്വമോ ഇവരുടെ സംസ്ഥാന നേതൃത്വമോ കാണിച്ചതായി എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. പക്ഷെ ഒരു സ്ത്രീ പോയപ്പോൾ ഇത് ഈസിയാണ് കടന്നാക്രമിക്കാൻ. എന്തും പറയാം, എന്ത് വൃത്തികേടും പറയാം, എന്തും മ്ലേച്ഛതയും പറയാം എന്നുള്ള ആ ഒരു ഞാൻ പുരുഷനാണ്, എനിക്ക് അത് എന്തും പറയാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അൺഫോർച്ചുനേറ്റ്ലി ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാവേണ്ട ഒരു സെൻസിബിലിറ്റി, ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടാവേണ്ട സെൻസിബിലിറ്റി, അതൊന്നും ഇല്ലാത്ത ഒരാളാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതേക്കുറിച്ച് പറയാൻ. ഒരൊറ്റ കാര്യം കൂടി ശ്രീമതി ആനി രാജ, ഇവിടെ ഇപ്പോൾ മറ്റൊരു പരാമർശങ്ങൾ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതിൽ ഒന്ന് കെ മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാർട്ടി വിടുകയും പിന്നീട് 2 പാർട്ടികളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്ത നേതാവാണ്. അദ്ദേഹം തിരിച്ചു വരുന്നു, പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു, അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് ബന്ധം പോലും വിച്ഛേദിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് നടത്തുന്നത്. അദ്ദേഹം പാർട്ടി വിട്ടപ്പോൾ ഈ രീതിയിലല്ല ചർച്ചകൾ വന്നത്, അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ തന്നെ പറയുന്നു ഞാൻ ഈ രീതിയിലല്ല പ്രതികരിച്ചത് എന്ന്. അപ്പോൾ സഹോദരനാണ്, എന്നിട്ട് പോലും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളെ താങ്കൾ എങ്ങനെ കാണും? അല്ല, സഹോദരനായാലും ശരി, സഹപ്രവർത്തകനായാലും ശരി, ഒരു സ്ത്രീക്ക് അവളുടെ ചെറിയ കുട്ടിയല്ല, അവരൊരു മുതിർന്ന നേതാവാണ്. അവർക്ക് അവരുടെ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ മാനിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അവരെ അധിക്ഷേപിക്കുക, അവരെ മ്ലേച്ഛമായ ഭാഷയിൽ ആ കാര്യത്തോട് പ്രതികരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായും തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്. അത് ഇനിയെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് ബോധമുള്ളവരുമായി തീരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. അത്രയെങ്കിലും കാര്യം യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കണം. അതിനപ്പുറം തിരുത്തപ്പെടേണ്ടത് കൂടിയല്ലേ ശ്രീമതി ആനി രാജ? ഇത് എന്താണ് തിരുത്തപ്പെടേണ്ടത് കൂടിയല്ലേ? നേതൃത്വം തിരുത്തേണ്ടത് കൂടിയല്ലേ ആ പരാമർശം? അപലപിക്കുന്നത് മ്ലേച്ഛമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ മ്ലേച്ഛത ആവർത്തിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തരം മ്ലേച്ഛതകൾ അത്
ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായം, അവർ പോയത് BJP-യിലേക്ക് എന്നുള്ളത് അത് വേറെ, പക്ഷെ എവിടെയോ പോകുന്നു, അത് അവർ എടുത്ത തീരുമാനമാണ്. അതിനെ മാനിക്കുക. അതല്ലാതെ സ്വന്തം പാർട്ടിയിൽ നാള് കൊഴിഞ്ഞു പോകുന്നതിന് ഒരു സ്ത്രീയോട് മാത്രം ഇങ്ങനെ ആക്രോശിക്കുന്നത്, അവരെ മ്ലേച്ഛമായി അവരെ ചിത്രീകരിക്കുന്ന, അവരെ പറ്റി സംസാരിക്കുന്നത്, അത് തിരുത്തേണ്ടത് തന്നെ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും ശരി, അത് തിരുത്തേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇക്കാര്യത്തിൽ അവർക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി ഇല്ല എങ്കിൽ പിന്നെ വേറെ ആർക്കാണ് അത്തരം ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തിരുത്തേണ്ടത് തന്നെയാണ്. ആവർത്തിക്കപ്പെടേണ്ടതല്ല ഇത്തരത്തിലുള്ള മോശമായ പരാമർശങ്ങൾ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നന്ദി ശ്രീമതി ആനി രാജ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.